ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ഇട്ട് തുടങ്ങിയപ്പോൾ ഞെട്ടിപ്പോയവരുടെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ മാധ്യമപ്രവർത്തകർ മാത്രമല്ല, കേരളത്തിലെ കമ്മി കൊങ്ങി സുഡാപ്പികൾ മാത്രമല്ല ഉള്ളത്, രാഹുൽ ഗാന്ധിയും ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ പിറ്റേ ദിവസം വരെ രാഹുൽ ഗാന്ധിയുടെ വ്യൂസും പ്രധാനമന്ത്രിയുടെ ലൈവ് വ്യൂസും കാൽക്കുലേറ്റ് ചെയ്ത് രാഹുൽ ഗാന്ധിക്കാണ് സോഷ്യൽ മീഡിയയിൽ സ്വാധീനമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ അടുത്ത പ്രധാനമന്ത്രി എന്ന് പോലും ഇവർ പ്രഖ്യാപിക്കുമായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിഞ്ഞൊരു റീല് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ഒരു ദിവസം കൊണ്ട് അത് ലോക റെക്കോർഡായി മാറി. അതായത് 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന റീലായി അത് മാറി. ഇത് കണ്ട് ഞെട്ടിയിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇതാ പുതിയ തന്ത്രവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. മോദിയുടെ റീലുകൾക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇപ്പോൾ ജെൻസി ആകർഷിക്കാൻ ആസ്ക് മീ എനിത്തിങ് എന്ന് പറയുന്ന ഒരു സെഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത വർഷം ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുവ വോട്ടർമാരെ, പ്രത്യേകിച്ച് ജെൻസി അവരെ ആകർഷിക്കുന്നതിനായി സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയാണ്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി ഇൻസ്റ്റാഗ്രാം റീലുകൾ വഴി യുവാക്കളുമായി സംവദിക്കുന്നു. ഇപ്പോൾ അതിനുള്ള മറുപടിയായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ജെൻസിയുമായി ബന്ധപ്പെടാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് ചോദിക്കുക, അതായത് ആസ്ക് മീ എനിത്തിങ് എന്നുള്ളൊരു സെഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിലാണ് ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് എഴുതിയത്: വിദ്യാർത്ഥികളെ, ജെൻസികളെ, നിങ്ങളെ കേൾക്കാൻ ഞാൻ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് എന്ത് ചോദ്യവും ചോദിക്കാം. കഴിയുന്നത്ര ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാൻ ശ്രമിക്കും. ഇതോടൊപ്പം യുവാക്കൾക്ക് അവരുടെ ചോദ്യങ്ങൾ നേരിട്ട് അയക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ലിങ്കും ഞാൻ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര തലത്തിൽ പോലും യുവാക്കളുമായി ബന്ധപ്പെടാൻ സോഷ്യൽ മീഡിയയിൽ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ സംരംഭം. യുവാക്കൾക്കിടയിൽ ജനപ്രിയമായ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ സജീവമാകാനും റീലുകൾ സൃഷ്ടിക്കാനും യുവതലമുറയുമായി നേരിട്ട് ആശയവിനിമയം വർദ്ധിപ്പിക്കാനും പ്രധാനമന്ത്രി മോദി മന്ത്രിമാരോട് ഉപദേശിച്ചതിന് ശേഷം, അത് കേന്ദ്രമന്ത്രിമാർ മാത്രമല്ല കേട്ടത്, നമ്മുടെ കേരളത്തിലുള്ള ജോൺ ബ്രിട്ടാസും ഇപ്പോൾ റഹീം പോലും ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ്.